ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ലൊരു ശരീരം അത് നശിപ്പിക്കുന്നതും നമ്മുടെ കയ്യിലാണ്. നന്നായിട്ട് നോക്കേണ്ടത് നമ്മുടെ കയ്യിലാണ്. ആ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകുന്നതും ഒരു ഭർത്താവിൻ്റെ കയ്യിലാണ്. ആ കുടുംബം എവിടെ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നു അവിടെ എല്ലാത്തിൻ്റെ കാരണം ഒരു ഭർത്താവ് തന്നെയാണ്. ഇല്ലേ? ഒരു ആണിന്റെ കയ്യിൽ ഇല്ലേ ഒരു കുടുംബ ജീവിതം. അല്ല പിന്നെ ആണും കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ച് അവൻ കുടുംബം നോക്കുക, ആ കുടുംബത്തിനകത്ത് ആവശ്യമുള്ള പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക, അതിന്റെ കൂടെയുള്ള മക്കളുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ ചെയ്യുക. ഈ മൂന്നും ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുക. ഇതില്ലാത്ത ഒരു വ്യക്തി കല്യാണം കഴിക്കരുത്. കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാർ ശ്രമിക്കരുത്. അതാണ് മെയിൻ കാര്യം. ഞാൻ മക്കളോട് ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. എന്റെ ഈ ഇന്റർവ്യൂ കാണണമെങ്കിൽ എന്റെ മക്കൾ കുറച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ കാണണമെങ്കിൽ ചിന്തിക്കണം. ഇത് മാത്രമല്ല, ഏതൊരു പാട്ടിലും ഞാൻ പറയാറുണ്ട്. രാവിലെ എണീറ്റ് വന്നാലും ഈ നടയെ വെച്ച് ഞാൻ അവരോട് പറയുന്ന കാര്യമാണ്, എന്റെ മക്കൾ കുടിക്കരുത്. കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പപ്പയെ പോലെ ആകും. പപ്പയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ലെവലിലേക്ക് വന്നതിന്റെ കാരണം അത് ഞാൻ കാരണമല്ല, അവരുടെ ഹാബിറ്റിന്റെ കാരണം. അത് എപ്പോ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്തുകൊണ്ട്? ഫാമിലിയെ നോക്കിയാൽ. ആ ഫാമിലിയിലേക്ക് നോക്കാൻ പറ്റാത്തൊരു വ്യക്തി അത് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനോട് നമുക്ക് പറയാൻ പറ്റില്ല.